ചെമ്പൂക്കാവ് മേഖലയിലേക്കാണ് തൃശ്ശൂരിൽ നിന്ന് ആന ഇടഞ്ഞ് ഓടിയെത്തിയത്. ആ ഓടിയെത്തിയ സമയത്ത് പലരും ഈ ആനയ്ക്ക് മുൻപിൽ പെട്ടിരുന്നു. സംഗീത എന്ന് പറയുന്ന ഒരു വീട്ടമ്മ, അവർ കാറുമായി വരുന്നുണ്ടായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും ഈ കാറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ കാറ് ഒരു ചെറിയ ഇടവഴിയിലൂടെ വരികയായിരുന്നു. ആ ഇടവഴിയിലൂടെ വരുന്ന സമയത്ത് നേരെ ഇതിൻ്റെ എതിർ ദിശയിൽ നിന്നാണ് ആന വരുന്നുണ്ടായിരുന്നത്. ആ ആന നേരെ വന്നതിന് ശേഷം, ഈ ഭാഗത്ത് നിന്നാണ് ആന വന്നത്, അവിടെ നിന്ന് നേരെ വന്നതിന് ശേഷം ഈ കാർ കുത്തിമറിച്ച് പൊക്കിയിടാനായി ശ്രമിക്കുകയാണ്. ആനയുടെ ആ കൊമ്പ് ആഴ്ന്നിറങ്ങിയതാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ആന കുത്തിമറിച്ചിട്ടപ്പോൾ ആനയുടെ കൊമ്പ് ആഴ്ന്നിറങ്ങിയ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഓഫീസിലേക്ക് പോവായിരുന്നു. ആ സമയത്ത് ഇവിടെ എത്തിയപ്പോൾ, ഈ ഒരു ടേണിംഗ് പോയിന്റിലെത്തിയപ്പോൾ പിള്ളേർ കുറച്ച് പേര് സ്കൂട്ടറിൽ വന്നിട്ട് പറഞ്ഞു, ചേച്ചിക്ക് റിവേഴ്സ് എടുക്കുക, ആന വരണ്ടാന. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് റിവേഴ്സ് എടുക്കുമ്പോൾ ഇവിടെ ഒരു കാർ റിവേഴ്സ് എടുത്ത് നിൽക്കായിരുന്നു. ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, വണ്ടിയുടെ ലോക്കായ ഒരു അവസ്ഥയായിരുന്നു. ഈ വഴിയിലൂടെ വന്ന സമയത്ത് ആ കാറ് പുറകോട്ടെടുക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല സംഗീതയുടെ മകൾ തൊട്ടു പുറകിലുള്ള ഒരു സ്കൂട്ടറിൽ ഉണ്ടായിരുന്നു. ആ സ്കൂട്ടറിൽ വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ആന എതിർദിശയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നത്. സംഗീത ഉടനടി തന്നെ മകളോട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി പറയുകയാണ് ചെയ്തത്. ആ സമയത്ത് എനിക്കിനി എങ്ങോട്ടും പോകാനില്ല. ആന അടുത്ത് എത്താറായപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, നീ പൊക്കോ, ആന വരുന്ന പൊക്കോ. അപ്പോൾ അവൾക്ക് മനസ്സിലാവില്ല, പോന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആന അടുത്ത് തന്നെ പൊക്കി ഇതാക്കി ഈ വക അവസ്ഥയിലാക്കിയിട്ട് ഇട്ടു. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പിള്ളേർ വന്നിട്ടാണ് എന്നെ വലിച്ച് അങ്ങോട്ട് എടുത്ത് ആ ഡോറ് കൂടെയാണ് എടുത്തത്. ഭയന്ന് വിറച്ചു, ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അത്രത്തോളം പല വിധത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു ഈ ഒരു വിഷയം കൊണ്ട്. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.